വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആകാശ ദുരന്തത്തിനാണ് ഇന്ത്യ സാക്ഷിയായത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. ദുരന്തത്തിൽ ഇതുവരെ 294 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഒരു വിമാനാപകടം നടന്നാൽ കേൾക്കുന്ന വാക്കുകളിൽ പ്രധാനമായ ഒന്നാണ് ബ്ലാക്ക് ബോക്സ്. വാണിജ്യ വിമാനങ്ങളിൽ ബ്ലാക്ക് ബോക്സുകൾ നിർബന്ധമായും ഘടിപ്പിച്ചിരിക്കണം എന്നാണ് നിയമം. ഏത് വിമാനാപകടം ഉണ്ടായാലും അന്വേഷണ വിഭാഗങ്ങൾ ആദ്യം തേടുകയും ആശ്രയിക്കുകയും ചെയ്യുക ബ്ലാക്ക് ബോക്സിനെയാണ്. എന്താണ് ബ്ലാക്ക് ബോക്സ്? വിശദമായി പരിശോധിക്കാം. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ്. വിമാനാപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് അന്വേഷണ സംഘങ്ങൾക്ക് നിർണായകമായ വിവരങ്ങൾ നൽകാൻ ഇവ സഹായിക്കും. ബ്ലാക്ക് ബോക്സ് എന്നാണ് പേരെങ്കിലും ഇവയുടെ നിറം ഓറഞ്ചാണ്. എളുപ്പത്തിൽ തിരിച്ചറിയാനാണ് ഈ ഓറഞ്ച് നിറം നൽകിയിരിക്കുന്നത്. ഏത് ശക്തമായ ആഘാതമേറ്റാലും വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച ശക്തമായ ലോഹ കവചമാണ് ഇവയ്ക്കുണ്ടാവുക. ഇതിനുള്ളിലായിരിക്കും റെക്കോർഡിംഗ് ഉപകരണങ്ങൾ സൂക്ഷിക്കുക. ഉയർന്ന താപനില, വെള്ളം, ആഘാതം എന്നിവയെ അതിജീവിക്കാൻ കഴിയുന്നതായിരിക്കും ഇതിന്റെ നിർമ്മാണ രീതി. പ്രധാനമായി 2 ഘടകങ്ങളാണ് ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാകുക: റെക്കോർഡിംഗ് സംവിധാനമായ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്ന FDR, പിന്നെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്ന CVR. FDRൽ വിമാനത്തിന്റെ വേഗത, ഉയരം, എഞ്ചിന്റെ അവസ്ഥ, റഡാർ വിവരങ്ങൾ, കൺട്രോളർ സിസ്റ്റത്തിന്റെ പ്രവർത്തനം തുടങ്ങിയ സാങ്കേതിക വിവരങ്ങൾ രേഖപ്പെടുത്തും. പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, എഞ്ചിൻ ശബ്ദങ്ങൾ തുടങ്ങി കോക്പിറ്റിലെ റേഡിയോ ട്രാൻസ്മിഷനുകളും മറ്റു ശബ്ദങ്ങളും CVR രേഖപ്പെടുത്തും. കൂടാതെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൽ ഉയരം, കാറ്റിന്റെ വേഗത, ഫ്ലൈറ്റ് ഹെഡിംഗ്, ഓട്ടോ പൈലറ്റ് സ്റ്റാറ്റസ് തുടങ്ങിയ 80ലധികം വ്യത്യസ്ത തരം വിവരങ്ങളും രേഖപ്പെടുത്തുന്നു. 25 മണിക്കൂറിലേറെ വിവരങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്യും. ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഡേറ്റ വിശകലനം ചെയ്യാൻ സാധാരണയായി 10 മുതൽ 15 ദിവസം വരെ എടുക്കാറുണ്ട്. അപകടമുണ്ടായാൽ ആഘാതം കുറവാകുന്ന പിൻഭാഗത്തായിരിക്കും ബ്ലാക്ക് ബോക്സുകൾ സൂക്ഷിക്കുക. വെള്ളത്തിനടിയിലാകുമ്പോൾ കണ്ടെത്താനായി 30 ദിവസത്തേക്ക് അൾട്രാസൗണ്ട് സിഗ്നലുകൾ അയക്കുന്ന ബീക്കണും ഇതിൽ സജ്ജീകരിച്ചിരിക്കും. ബ്ലാക്ക് ബോക്സ് ഡേറ്റ വിശകലനം ചെയ്താൽ അപകട കാരണം പിടികിട്ടും. മനുഷ്യപ്പിഴവാണോ, സാങ്കേതിക തകരാറാണോ, അതോ കാലാവസ്ഥയാണോ, അല്ലെങ്കിൽ പക്ഷി ഇടിച്ചതുപോലുള്ള ആഘാതമാണോ തുടങ്ങി ഏത് കാരണവും ഈ ഡേറ്റ വിശകലനത്തിലൂടെ കണ്ടെത്താനാകും. 1950കളുടെ തുടക്കത്തിലാണ് ബ്ലാക്ക് ബോക്സിന്റെ ഉത്ഭവം. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ജെറ്റ് വിമാനമായ ഡി ഹാവി ലാൻഡ് കോമറ്റ് നേരിട്ട ആകാശ ദുരന്തങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി 1953ൽ ഓസ്ട്രേലിയൻ ജെറ്റ് ഇന്ധന വിദഗ്ധനായ ഡോക്ടർ ഡേവിഡ് വാറിനെ പ്രത്യേക സംഘത്തിന്റെ തലവനായി നിയമിച്ചു. 1956ൽ വാറൻ ARL ഫ്ലൈറ്റ് മെമ്മറി യൂണിറ്റ് എന്ന പേരിൽ ഒരു പ്രോട്ടോടൈപ്പ് സൃഷ്ടിച്ചു. ഇത് 4 മണിക്കൂർ വരെ വോയിസ്, ഫ്ലൈറ്റ് ഇൻസ്ട്രുമെന്റ് ഡേറ്റ റെക്കോർഡ് ചെയ്യാൻ സഹായിച്ചു. 1963ൽ ഫ്ലൈറ്റ് റെക്കോർഡുകൾ നിർബന്ധമാക്കി. ഓസ്ട്രേലിയയിലായിരുന്നു ആദ്യമായി ഇത് നടപ്പിലാക്കിയത്. ആദ്യകാലത്ത് ബ്ലാക്ക് ബോക്സിന്റെ വിവരങ്ങൾ ഒരു ലോഹ സ്ട്രിപ്പിലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇതിനായി സോളിഡ് സ്റ്റേറ്റ് മെമ്മറി ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. തുടക്കകാലത്ത് പ്രകാശം അകത്തേക്ക് കടക്കുന്നത് തടയുന്നതിനായി നിർമ്മിച്ച ഒരു പെട്ടിയിലായിരുന്നു ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. അതിനാലാണ് ബ്ലാക്ക് ബോക്സ് എന്ന പേര് ലഭിച്ചത്. അഹമ്മദാബാദിൽ തകർന്നു വീണ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുകയാണ്. അപകടം നടന്ന് 9 മണിക്കൂറിന് ശേഷമാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. വിമാനത്തിന്റെ പിൻഭാഗം കത്താതെ ഇരുന്നതിനാലാണ് വേഗത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായത്. വിമാനത്തിന്റെ മുൻഭാഗത്തെ കോക്പിറ്റിലുള്ള സൗണ്ട് റെക്കോർഡർ അടക്കം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഇതെല്ലാം ലഭിച്ചാൽ മാത്രമേ അവസാന നിമിഷം വിമാനത്തിനുള്ളിൽ എന്തെല്ലാമാണ് നടന്നതെന്നും അപകടത്തിന് തൊട്ടു മുമ്പ് പൈലറ്റുമാർ സംസാരിച്ചത് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാർ സംഭവിച്ചോ എന്നും ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ അറിയാനാകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്.